ഇതിനിടയിൽ കപ്പലുകൾക്ക് അമേരിക്ക നോട്ടീസ് നൽകി തുടങ്ങി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി. അതായത് ഹോർമുസ് വഴി കടക്കാൻ ഒരുങ്ങുന്ന കപ്പലുകൾക്ക് അമേരിക്കൻ സേനയടക്കം നോട്ടീസ് നൽകി തുടങ്ങി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെ ഗൗരവതരമായ സാഹചര്യമാണ്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. ഇറാൻ ഹോർമുസ് തുറക്കണമെന്ന അവസാനത്തെ മുന്നറിയിപ്പും അമേരിക്ക നൽകുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ, കാർത്തിക് പറഞ്ഞതുപോലെ, ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് സംശയമില്ല. ഇതിനകം തന്നെ 158 ഇറാനിയൻ കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിലാണ് എന്ന്, അതായത് യുദ്ധത്തിനിടയിൽ ഇത്രത്തോളം കപ്പലുകളെ, ഇറാൻ കപ്പലുകളെ അമേരിക്ക തകർത്തു എന്നാണ് അവകാശവാദമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ തീരവും ഊർജ്ജ മേഖലയും അടക്കം ഞങ്ങളുടെ പരിധിയിലാണ് എന്നുള്ള വെല്ലുവിളി കൂടി ട്രംപിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഏറെ നിർണായകമാണ്. അതായത് ഒരു തരത്തിലും പിറകോട്ടില്ല. കപ്പലുകൾക്ക് രാജ്യമെന്നുള്ള പരിഗണനയില്ല. ഏതു രാജ്യത്തു നിന്ന് കപ്പലുകൾ ഇറാനിലേക്ക് വന്നാലും ഇറാനിൽ നിന്ന് പുറത്തേക്ക് പോയാലും അത് തടയും എന്ന് വളരെ വ്യക്തമാക്കുകയാണ് അമേരിക്ക. അതേസമയം മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾക്ക്, മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നിയന്ത്രണമില്ല എന്നും വ്യക്തമാക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത, നോട്ടീസുകൾ കപ്പലുകൾക്ക് നൽകുന്നു. തുടർന്ന് മുന്നറിയിപ്പുകൾ നൽകുന്ന പശ്ചാത്തലമാണ്. അത്തരത്തിൽ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് കാർത്തിക് അമേരിക്ക ആ മേഖലയിൽ. ഈ യുദ്ധം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലും ട്രംപ് ഉന്നയിച്ച അവകാശവാദം ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി തകർത്തു എന്നതാണ്. പക്ഷേ പലപ്പോഴും ഹോർമുസിൽ കഴിഞ്ഞ 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ നിസ്സഹായരായി നിൽക്കുന്ന US പടയെയാണ് നമ്മൾ കണ്ടത്. കാരണം മൈനുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക അവർക്കുമുണ്ട്. മൈൻ ഡിസ്ട്രോയറുകൾ, ഈ മൈനുകൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് ഉണ്ട് എന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളും വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഹോർമുസിൽ വളരെ ശക്തമായ ഒരു നിലപാട് തന്നെ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു. 13 പടക്കപ്പലുകളെ അവിടെ വിന്യസിച്ചുകൊണ്ട് ഈ കൃത്യമായ സന്ദേശങ്ങൾ അതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നൽകിയിരിക്കുന്നു. അതായത് ഏത് തരത്തിലാണ് അമേരിക്ക ഈ നേവൽ ബ്ലോക്കേഡ് നടപ്പാക്കുന്നത് എന്നത് നിർണായകമാണ്. ഇറാൻ തീരത്ത് നിന്ന് വരുന്ന കപ്പലുകളാണ് തടയും എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ഗൾഫ് തീരങ്ങളിൽ നിന്ന് അവിടേക്ക് പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതുമായ കപ്പലുകൾ തടയില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് എങ്ങനെയാണ് പ്രായോഗികമായി നടപ്പാക്കുക എന്നതിൽ വരും മണിക്കൂറുകളിൽ തന്നെ കണ്ടറിയണം. ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത് ഈ കപ്പലുകൾക്ക് നോട്ടീസ് നൽകും, കൃത്യമായ പരിശോധനയുണ്ടാകും. ആ പരിശോധനയ്ക്ക് വിധേയമായ ശേഷം മാത്രമേ കപ്പലുകളെ കടത്തിവിടുകയുള്ളൂ എന്ന വിവരങ്ങളാണ് US സെൻട്രൽ കമാൻഡിനെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇതിനകം തന്നെ ഇറാന്റെ തുറമുഖങ്ങളിലും തീരപ്രദേശങ്ങളിലുമായി 15-ലധികം യുദ്ധക്കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. USS ട്രിപ്പോളി എന്ന ഏറ്റവും വലിയ അമേരിക്കയുടെ പടക്കപ്പൽ ഈ മേഖലയിൽ മാസങ്ങളായി തുടരുന്നുണ്ട്. ഇത് അറബിക്കടലിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതായത് നോട്ടീസ് നൽകുക, ഈ കപ്പലുകളെ തടയുക എന്നടക്കമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. F-35B ലൈറ്റ്നിംഗ് 2 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളും MV-22 ഓസ്പ്രേക യുദ്ധവിമാനങ്ങളും ഇതിലുണ്ട്. അതായത് യുദ്ധവിമാനങ്ങളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരം കപ്പലുകളെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് അമേരിക്ക എത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. പട്ടാളക്കാരെ കരയിലിറക്കാനും നാവിക വ്യോമസേനകളെ സഹായിക്കാനും ഒരുപോലെ കഴിയുന്നവയാണ് ഈ ഇത്തരം കപ്പലുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അറേബ്യൻ ഗൾഫിലെയും ഒമാൻ ഉൾക്കടലിലെയും ഉൾപ്പെടെ ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉപരോധം ഒരുപോലെ ബാധകമായിരിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലം നിർണായകമാണ്. എന്നാൽ മറ്റ് തുറമുഖങ്ങളിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസ് കടലിടുക്കിലൂടെ മറ്റ് തുറമുഖങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന കപ്പലുകളെ തടയില്ല എന്ന് സൈന്യം വ്യക്തമാക്കിയത് ഏറ്റവും നിർണായകമായ സാഹചര്യമാണ്. ഇതിനിടയിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.